എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1-2 ദിവസമായിട്ട് നമുക്ക് ക്ലാസ്സുകളൊന്നും ചെയ്യാൻ പറ്റാത്ത ചെറിയ സിറ്റുവേഷൻ ആയതുകൊണ്ട് പറ്റിയിട്ടില്ല. ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്സുകൾ പഴയതുപോലെ തന്നെ തുടർന്ന് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സിലബസ് പ്രകാരം ക്ലാസ്സുകൾ മൊത്തമായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണുക. ആദ്യത്തെ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആദ്യത്തെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അന്നപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ എടുത്തിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഇന്ന് എടുക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിച്ചാൽ നന്നായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ്സിൽ ഇനി എന്ത് ചെയ്യണം, അതായത് നന്നാക്കണോ അതല്ലെങ്കിൽ വേറെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ രേഖപ്പെടുത്തുക. ക്ലാസ്സിലേക്ക് വരാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11 സെക്ഷൻ 2(1) പ്രകാരമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998 ഡിസംബർ 11 സെക്ഷൻ 21 പ്രകാരം. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപ്രകാരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അത് തന്നെയാണ്, ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന ഗവർണറാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനുണ്ടായിരിക്കേണ്ട യോഗ്യത ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായിട്ടുള്ള ആളുകളാണ് എന്തായിട്ട് നിയോഗിക്കുന്നത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. ഒന്നുകിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിക്ക് സമാനമായിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇനി നമ്മൾ പറഞ്ഞു മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു അധ്യക്ഷനും പിന്നെ എത്ര അംഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്, ഒരു അധ്യക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എത്ര അംഗങ്ങളുണ്ട്, ടോട്ടൽ 3 അംഗങ്ങളാണ്. ചെയർമാൻ ഉൾപ്പെടെയാണ് 3 അംഗങ്ങൾ. അധ്യക്ഷൻ ഒഴികെ 2 ആളുകളും കൂടെ ഉണ്ടായിരിക്കും. ഇതിൽ ആദ്യത്തെ അംഗത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ജില്ലാ കോടതി ജഡ്ജിയായി 7 വർഷമെങ്കിലും പ്രവർത്തിച്ച വ്യക്തിയായിരിക്കണം. അതായത് മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളിൽ ഒരാൾ അധ്യക്ഷനാണ്, വേറെ 2 ആളുകളുണ്ട്. ഈ 2 അംഗങ്ങളിൽ ഒരാൾ ഒന്നുകിൽ എന്തായിരിക്കും, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം അല്ലെങ്കിൽ ജില്ലാ കോടതി ജഡ്ജിയായിട്ട് 7 വർഷമെങ്കിലും പ്രവർത്തിച്ച ആളായിരിക്കണം. രണ്ടാമത്തെ അംഗത്തിൻ്റെ യോഗ്യത മനുഷ്യാവകാശ പ്രവർത്തകനോ അല്ലെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയോ ആയിരിക്കണം. എന്താണ്, മനുഷ്യാവകാശ പ്രവർത്തകനോ അല്ലെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയായിരിക്കണം രണ്ടാമത്തെ
ആൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 3 ആളാണുള്ളത്. ഒരാൾ അധ്യക്ഷനായിരിക്കും, മറ്റ് 2 പേര് വേറെ 2 അംഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ അംഗത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ജില്ലാ കോടതി ജഡ്ജിയായി 7 വർഷത്തെ പ്രവൃത്തി പരിചയം. രണ്ടാമത്തെ വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനോ അല്ലെങ്കിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയോ ആയിരിക്കണം എന്നാണ് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇങ്ങനെ തന്നെ BSc ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ കമ്മീഷനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഇന്ത്യൻ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. സംസ്ഥാന തലത്തിലാണെങ്കിൽ 1998 ഡിസംബർ 11-ന്. ഈ ഡേറ്റ് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റാണ്. PSc എത്രയോ തവണ ചോദിച്ച് കഴിഞ്ഞ ക്വസ്റ്റ്യനാണ് അത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവനാണ്. മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരമാണുള്ളത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഈ കമ്മീഷന് നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിലുള്ള മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും നൽകിയിട്ടുണ്ട് അല്ലേ? അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവേ ഭവന്തു സുഖിനഃ. സർവേ ഭവന്തു സുഖിനഃ എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആപ്തവാക്യം. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരധ്യക്ഷനുണ്ടായിരിക്കും, 5 അംഗങ്ങളുണ്ടായിരിക്കും, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരധ്യക്ഷൻ, 5 അംഗങ്ങൾ കൂടാതെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു അംഗങ്ങൾ ഒരധ്യക്ഷനാണ്, പിന്നെ വരുന്ന 5 ആളുകൾ വേറെ അംഗങ്ങളുണ്ട്. പക്ഷെ ഇവരൊക്കെ തിരഞ്ഞെടുക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനെയും അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിനൊരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒന്ന് പ്രധാനമന്ത്രി, ഒന്ന് ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ് ആരൊക്കെയാണ്? അതുപോലെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ഇത്രയും ആളുകൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും അല്ലേ? അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും അധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇവർ നിയമിക്കുന്നില്ല കേട്ടോ. ഇവരുടെ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഇത്രയും അംഗങ്ങൾ എവിടെയുണ്ട്? സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്. ഏതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി? മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും അധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്ന സെലക്ഷൻ കമ്മിറ്റി.
ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, അതായത് ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ചതിന് ശേഷമല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയെയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ പാടില്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമല്ലാതെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമല്ലാതെ സുപ്രീം കോടതി ജഡ്ജിയെയോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കാൻ പാടില്ല. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ, അതായത് ഇതിൽ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മൾ നേരത്തെ പഠിച്ച ഒരു അധ്യക്ഷനുണ്ട്, 5 അംഗങ്ങളുണ്ട്, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ആരൊക്കെയാണുള്ളത്? ഒരു അധ്യക്ഷനോ 5 അംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമുണ്ട്. ഈ 5 അംഗങ്ങളിൽ 3 പേര് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഈ 5 അംഗങ്ങളിൽ 3 പേര് മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഇതിലൊരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഒരാൾ വനിത ആയിരിക്കണം. ഈ 5 അംഗങ്ങളിൽ 3 പേരെങ്കിലും മനുഷ്യാവകാശങ്ങളുമായി പറ്റി പ്രായോഗിക അറിവുള്ള വ്യക്തികളായിരിക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. മനുഷ്യാവകാശ കമ്മീഷനിലെ ഫസ്റ്റ് അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി അല്ലേ. അടുത്ത കാലത്ത് അവർ മരണപ്പെടുകയുണ്ടായി അല്ലേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഒരു ആത്മകഥയുണ്ട്, ആത്മകഥ ജീവചരിത്രം അല്ലേ. എന്താണ്? നീതിയുടെ ധീരസഞ്ചാരം. KT അഷ്റഫാണ് ഇത് എഴുതിയത്. നീതിയുടെ ധീരസഞ്ചാരം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ പുസ്തകമാണ് കേട്ടോ. അവരെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിമാർ തന്നെയാണ് ഈ KG ബാലകൃഷ്ണനാണ്. ഏറ്റവും കൂടുതൽ കാലം മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ചത് KG ബാലകൃഷ്ണനാണ്. അതേപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയും കൂടെ ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ അല്ലേ. ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി. നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ്? V. രാമസുബ്രഹ്മണ്യൻ. ആരാണ്? V. രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സ്ഥിരം ചെയർമാനാകുന്ന ആദ്യ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അല്ലേ. ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ചീഫ് ജസ്റ്റിസിൻ്റെ പദവി വഹിക്കാത്ത വ്യക്തി. നെക്സ്റ്റ്, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അല്ലേ. 2006 ഒരു തവണ ഭേദഗതി ചെയ്തു,
2019 ഒരു തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2019 ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന ചുമതല നൽകി. അതായത് 2019 ദേശീയ സുപ്രീം കോടതി 2019 ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അല്ലേ. 2019 ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആകാമെന്ന വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മനുഷ്യാവകാശ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് കേസിലും ഇടപെടാനുള്ള അധികാരം അല്ലെങ്കിൽ പരാതി നൽകിയില്ലെങ്കിലും ആർക്കുണ്ട്? പരാതി നൽകിയില്ലെങ്കിലും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതായത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഏതൊരു കേസിലും മനുഷ്യാവകാശ കമ്മീഷന് കേസെടുക്കാൻ പറ്റൂ. അതുപോലെ ജയിലുകൾ സന്ദർശിക്കാനും അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കേസെടുക്കാനും അധികാരമുണ്ട് മനുഷ്യാവകാശ കമ്മീഷന് അല്ലേ. ജയിലുകൾ സന്ദർശിക്കാനും അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കേസെടുക്കാനും മനുഷ്യാവകാശ കമ്മീഷന് അധികാരമുണ്ട്. മനുഷ്യാവകാശ വിഷയങ്ങളിൽ പഠനം നടത്താനും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ് അല്ലേ. മനുഷ്യാവകാശങ്ങളിൽ വിഷയങ്ങളുമായി അതായത് മനുഷ്യാവകാശ വിഷയങ്ങളിൽ പഠനം നടത്താനും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ്. അതുപോലെ ഈ മനുഷ്യാവകാശ കമ്മീഷന് ഒരു വർഷത്തിനുള്ളിലുള്ള പരാതികൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം കേട്ടോ. എന്താ ചോദിച്ചത്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളാണ് എന്തൊക്കെയാ? ചുമതല മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അത് ആരും കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു പരാതി കിട്ടി കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുക. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷനിലെ പരാതി കിട്ടിയില്ലെങ്കിൽ അവർക്ക് നേരിട്ട് പോയി കേസെടുക്കാനുള്ള അധികാരമുണ്ട്. ജയിലുകൾ സന്ദർശിക്കുവാനും അവരുടെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ കേസെടുക്കാനും അധികാരമുണ്ട്. മനുഷ്യാവകാശ വിഷയങ്ങളിൽ പഠനം നടത്താനും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലയാണ്. ഒരു വർഷത്തിന് മുമ്പുള്ള പരാതികൾ അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു അധ്യക്ഷനുണ്ട്, 5 അംഗങ്ങളുണ്ട്, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഈ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ? 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളിൽ പെടുന്ന ആളുകളാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലേ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഒരാൾ. അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അതുപോലെ NCPCR നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ അല്ലേ, അത് NCPCR. അതുപോലെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, ഭിന്നശേഷി കമ്മീഷൻ്റെ ചീഫ് കമ്മീഷണർ. ഇങ്ങനെ 7 അംഗങ്ങളാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ എവിടെയുള്ളത് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ, പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ, അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, NCPCR ചെയർപേഴ്സൺ, പിന്നെ ആരൊക്കെ? ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി
ഇത്രയും ഇതിൻ്റെയും ചെയർപേഴ്സൺ, അതായത് ഭിന്നശേഷി കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ഇത്രയും അംഗങ്ങളാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക് പുനർനിയമനം സാധ്യമല്ല. അല്ലേ? ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ 3 വർഷത്തേക്ക് പുനർനിയമനത്തിന് യോഗ്യരാണ്. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ ആ പദവി കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ള സർക്കാർ ജോലികളിലൊന്നും പ്രവേശിക്കാനുള്ള അനുമതിയില്ല അവർക്ക്. പക്ഷേ ഈ കമ്മീഷനിൽ തന്നെ പുനർനിയമനം നടത്താൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷേ 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ പുനർനിയമിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കുന്നത്. അതുപോലെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും, അതുപോലെ തന്നെ ബാക്കിയുള്ള രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക്. അല്ലേ? അപ്പോൾ അംഗങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു അധ്യക്ഷനുണ്ടായിരിക്കും, 5 അംഗങ്ങളുണ്ടായിരിക്കും, 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ടായിരിക്കും. ഇനി ഈ അംഗങ്ങളെയും അധ്യക്ഷനെയും തിരഞ്ഞെടുക്കുന്നതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ആരൊക്കെയായിരിക്കും? പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, ലോകസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, ഇത്രയും ആളുകൾ അവിടെ അംഗങ്ങളായിരിക്കും. എവിടെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. അല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു 7 ഒഫീഷ്യൽ അംഗങ്ങളും കൂടെ അവിടെ അംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ആരൊക്കെയാണ്? പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ? പിന്നെ പട്ടികവർഗം, പട്ടികജാതി, ന്യൂനപക്ഷം ഒക്കെ പറഞ്ഞു. അടുത്തതാണ് ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, NCPCR ചെയർപേഴ്സൺ, ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഇത്രയും ആളുകളാണ് അതിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. അല്ലേ? കാലാവധി നമ്മൾ പഠിച്ചു, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ആണ്. അതുപോലെ തന്നെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. നിയമനം നടത്തുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് 1993 പറഞ്ഞോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് 1993 ഒക്ടോബർ 12-ന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മറക്കാതെ കാണുക. അതുപോലെ നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ. അപ്പോൾ എല്ലാവരും കാണുക, മറ്റുള്ളവർക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.